കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിനായി ഇന്ന് വൈകിട്ടെത്തുമ്പോൾ വിവേകാനന്ദ സ്മാരകം ഉയർന്നതിന്റെ സ്മരണകളും ഇരമ്പുന്നു. 1963 വിവേകാനന്ദ പാറയിൽ സാമൂഹ്യദ്രോഹികളുടെ അതിക്രമം തടയാൻ കാവൽ നിന്നവരിൽ ഒരാളായ തിരുവനന്തപുരം സ്വദേശി രാധാകൃഷ്ണൻ നായർക്ക് ഇന്ന് പ്രായം 75. എന്നിട്ടും അന്നത്തെ ഓർമ്മകൾക്ക് 24ന്റെ ചെറുപ്പമാണ്. കന്യാകുമാരി കടലിൽ സ്ഥിതി ചെയ്യുന്ന കൂറ്റൻപാറയിലേക്ക് സ്വാമി വിവേകാനന്ദൻ നീന്തിക്കയറി എന്നത് ചരിത്രം. വിവേകാനന്ദ സ്വാമികൾ ധ്യാനമിരുന്ന കരിമ്പാറ വിവേകാനന്ദ സ്മാരകമാക്കി മാറ്റാൻ പിന്നീട് നടന്നത് നിരവധി പ്രക്ഷോഭങ്ങൾ. അന്നത്തെ RSS സർസംഘചാലക് ഗുരുജി ഗോൾവോൾക്കറിന്റെ നിർദ്ദേശപ്രകാരം ഏകനാഥ റാനഡെ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകി. കേരളത്തിലെ പ്രവർത്തനങ്ങൾക്ക് മന്നത്തു പത്മനാഭനെ പോലെയുള്ള പ്രമുഖരും അണിനിരന്നു. അക്കാലത്ത് വിവേകാനന്ദ പാറയിൽ സ്മാരകം ഉയരുന്നതിനെതിരെ ചില ഒറ്റപ്പെട്ട നീക്കങ്ങളും നടന്നിരുന്നു. ഇതിനെ ചെറുക്കാൻ അന്ന് മലയാളികളായ ചെറുപ്പക്കാർ വരെ കന്യാകുമാരിയിലെ പാറയ്ക്ക് കാവലായി പോയിരുന്നു. പഴവങ്ങാടിയിൽ മുറുക്കാൻ കട നടത്തിയിരുന്ന 24-കാരൻ രാധാകൃഷ്ണൻ നായരും കടപൂട്ടി ഒരാഴ്ചക്കാലം കടലിലെ പാറയിൽ കാവൽ നിന്നത് മറന്നിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ പോയപ്പോൾ ഞാനും പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, നാരായണൻ നായരെന്ന് പറയും. SMB സ്കൂളിൻ്റെ അവിടെ കടയേറ്റിരുന്നു. ആ പുള്ളിയാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഇതിലേക്ക് ഇറക്കുന്നതും ആ പുള്ളിയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയിൽ നേരെ കന്യാകുമാരി പോകുന്നു, റാക്കിൽ പോകുന്നു. പോയി ബോട്ടിൽ കയറി നേരെ ചാർജ് എടുക്കുന്നു പാറയിൽ കാവലായിട്ട്. പാറയ്ക്ക് ചുറ്റും ഒരേ സമയത്ത് 40 പേര്, പാറയുടെ 4 സൈഡും 10 പേര് വീതം. കടലിൽ നോക്കിക്കൊണ്ടിരിക്കണം, ആരെങ്കിലും വരുന്നുണ്ടോ എടുക്കുന്നുണ്ടോ എന്താണ് എന്നുള്ളത് നോക്കി നമ്മൾ നിൽക്കണം. സമാന നിലയിൽ നിരവധി ആളുകളുടെ അധ്വാന ഫലമാണ് ഇന്നത്തെ മനോഹരമായ വിവേകാനന്ദ സ്മാരകം. അങ്ങനെ 1963 ജനുവരി 17 മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് സർക്കാർ വിവേകാനന്ദ സ്മാരകം സ്ഥാപിച്ചത്. ആദ്യമായി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിനെത്തുമ്പോൾ ആ നിമിഷങ്ങളും ചരിത്രത്തിൽ ഈ കൂറ്റൻ പാറക്കെട്ട് പോലെ ഉയർന്നു നിൽക്കും. MK വിനോദ്, ജനം, തിരുവനന്തപുരം.